ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ രേഷ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്, വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് എടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ഉരുളൻകിഴങ്ങ്, 2 ക്യാരറ്റ്, പിന്നെ 4 വെളുത്തുള്ളി, ഇത്രയുമാണ്. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ജീരകം പൊടിച്ചതൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിത് കട്ട്ലേറ്റ് ഇണക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ആൾക്ക് 1 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ പുഴുങ്ങി കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇണക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് ആ ടേസ്റ്റ് കൊണ്ട് ആൾ കഴിച്ചോളും. അപ്പോൾ കുഞ്ഞിനാണ് ഇത് കൂടുതലായിട്ട് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റസ്ക് പൊടിച്ചെടുക്കുക എന്നതാണ്. അപ്പോൾ 2 പാക്കറ്റ് റസ്ക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 10 രൂപയുള്ളൂ. 10 രൂപയുടെ 2 പാക്കറ്റ് റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി കൊടുക്കുക. നമ്മുടെ കട്ട്ലേറ്റിന് അറിയാമല്ലോ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ രീതിയിൽ നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് റസ്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇട്ടാൽ പൊടിഞ്ഞിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത് പൊടിച്ചെടുക്കുന്ന ഇത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പൊടിച്ചെടുത്തത്, അതായത് ഫൈനായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. കാരണം ഇത് ആ മിക്സിൻ്റെ കൂടെ ഇട്ട് എനിക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കാനായിട്ടാണ്. പിന്നെ വേറെ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട്, അതായത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് റസ്ക് പൊടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മുക്കി പൊരിക്കാനായിട്ട്, അതായത് നമ്മൾ റസ്ക് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്നത്, ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാവേ. അതിനായിട്ട് സവോള, ഒരു 2 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കുഞ്ഞിനായതുകൊണ്ട് ഒരുപാട് മുളകിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചി, അത് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്. ഇത്രയാണ്, ഈ 3 കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിലൊരു ഇച്ചിരി, അതായത് ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതിയാവും, അല്ലെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര ഉപ്പായി പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ജീരകം കുറച്ച് പൊടിച്ചതുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ഇട്ടാൽ മതിയാവും. നമ്മൾ വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്താൽ മതിയാവും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ലാസ്റ്റായിട്ട് നമ്മുടെ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു മണം വരും കേട്ടോ, നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള റസ്ക് പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാല അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോഴിമുട്ട 2 പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൊട്ടറ്റോയും ക്യാരറ്റും നമ്മുടെ മസാലയും അതും ഇതൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. കൈ കൊണ്ട് പതുക്കെ ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ കട്ട്ലേറ്റ് ഇപ്പോൾ 2-3 ഷേപ്പിലുണ്ടല്ലോ, നമുക്കപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഷേപ്പ് ആവുന്നില്ലായിരുന്നു കയ്യിൽ വെച്ചിട്ട്, പിന്നെ ഒരുവിധമൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ട് നേരെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ അതിൽ ഒന്ന് ടിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റസ്ക് പൊടിയിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് പാൻ ചൂടാക്കി നല്ലപോലെ എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് എണ്ണ ഒഴിക്കേണ്ടത്. നമുക്കിനി ഓരോ കട്ട്ലേറ്റും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ 2 കട്ട്ലേറ്റ് 3 കട്ട്ലേറ്റൊക്കെ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ, ചെറിയ പാനല്ലേ. ഇനി നമുക്കത് കുറച്ചിട്ട് വറുത്തെടുത്ത് മാറ്റാം. അപ്പോൾ ഫൈനലി നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെജ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് കൊടുത്തിട്ടോ, കുഞ്ഞിന് വളരെയധികം ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും കാണാൻ ഭംഗിയില്ലെങ്കിലും എന്നാലും ഹെൽത്തി ഫുഡ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.